നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം താരമായത് നമ്മുടെ മന്ത്രി കെ ഗണേഷ് കുമാറാണ്. അദ്ദേഹം മന്ത്രിയാകുന്നതിന് മുൻപൊക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ള പല പ്രസ്താവനകളും അദ്ദേഹത്തിൻ്റെ പല പ്രവൃത്തികളും നമ്മളെ പുളകം കൊള്ളിക്കുകയും ഹർഷോന്മാദരാക്കി തീർക്കുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ചു ഗണേഷ് കുമാർ ഒരു മന്ത്രിയായാൽ കൊള്ളാം, അതും ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയായാൽ കൊള്ളാം എന്നൊക്കെ, ഗതാഗത വകുപ്പ് മന്ത്രിയായാൽ കൊള്ളാം എന്നൊക്കെ നമ്മൾ പലരും ഹർഷോന്മാദം കൊള്ളുകയും പരസ്യമായിട്ടും ഒക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം നമ്മളുടേതായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ വീഡിയോയ്ക്ക് വരുന്ന കമൻറ്റുകളിലും അത് നമ്മൾ കണ്ടിരുന്നതാണ്. വളരെ പെട്ടെന്നായിരുന്നു 2.5 വർഷം പൂർത്തിയാക്കിയതും. അതോടൊപ്പം ആന്റണി രാജുവിനെ മാറ്റിയിട്ട് ആന്റണി രാജു ആ മന്ത്രിപദം രാജിവെച്ചു. ആ ഇതിലേക്ക് കെ ഗണേഷ് കുമാർ അവരോധിക്കപ്പെടുകയും ചെയ്തു. ഈ സമയത്തെല്ലാം UDFിൻ്റെ ഭാഗത്തുനിന്ന് ഭയങ്കരമായൊരു എതിർപ്പ് ഗണേഷ് കുമാറിനെതിരെ ഉണ്ടായിരുന്നു. അത് നമുക്കറിയാം എന്തിനായിരുന്നു ആ എതിർപ്പ് എന്നുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സമരപരിപാടികളായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചാണ്. ഉമ്മൻചാണ്ടിക്കെതിരെ കെ ഗണേഷ് കുമാർ നടത്തിയിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ടല്ലോ. ഉമ്മൻചാണ്ടിക്കെയും സരിതയെയും ചേർത്ത് വെച്ചുകൊണ്ടുള്ള പരിപാടികൾ, സോളാർ കേസിൽ അദ്ദേഹത്തിന് ബന്ധമുണ്ട് എന്നുള്ള പരാതികൾ, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഉമ്മൻചാണ്ടിക്കെതിരെ നടത്തിയിട്ടുള്ളത് കൊണ്ടും ഗൂഢാലോചന അടക്കം നടത്തിയിട്ടുള്ളത് കൊണ്ടും ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് താഴെ ഇറക്കാൻ ശ്രമിച്ചതുകൊണ്ടും ഒക്കെ വളരെ ശക്തമായൊരു എതിർപ്പ് ഇദ്ദേഹം മന്ത്രിയാകുന്നതിന് UDFിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ NSS ആയിട്ടുള്ള ഒരു ഗണേഷ് കുമാറിൻ്റെ ഒരു ബന്ധം കാരണമാണ് അദ്ദേഹത്തിന് മന്ത്രിപദം എന്ന് പറയുന്നത് ഇത് കിട്ടാതിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല എന്നൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത്. തന്നെയുമല്ല UDF പ്രതിഷേധം കുറച്ച് ലൈറ്റാക്കാനുള്ള കാരണവും ഇത് തന്നെയാണ്. NSSും കെ ഗണേഷ് കുമാറും തമ്മിലുള്ള ഒരു ബന്ധം തന്നെയാണ്. അപ്പോൾ അങ്ങനെ മന്ത്രിയായി അവരോധിക്കപ്പെട്ടു. കെ ഗണേഷ് കുമാർ അങ്ങനെ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രിയായി തീർന്നു. അതിനുശേഷം അദ്ദേഹം പത്രമാധ്യമങ്ങളെ കാണുകയും ഇതേക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. താൻ വരുത്താൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച്. മുൻപിരുന്ന മന്ത്രി വളരെ കെടുകാര്യസ്ഥതയുണ്ടായിരുന്നു. ആ മുൻപിരുന്ന മന്ത്രിയെ കൊണ്ട് ഇതൊന്നും ചെയ്ത് തീർക്കാൻ കഴിവുള്ള ഒരാളായിരുന്നില്ല. മന്ത്രി നടത്തിയ ചില പ്രവർത്തനങ്ങൾ മൂലമാണ് ഈ വകുപ്പ് ഇത്രത്തോളം താഴേക്ക് പോയത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. സത്യത്തിൽ KSRTC എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനം തന്നെ തകരുന്നതിന് കാരണക്കാർ നമുക്ക് മറ്റൊന്നും അന്വേഷിച്ച് പോകേണ്ട, KSRTCയിൽ നേരത്തെ ഉണ്ടായിരുന്ന തൊഴിലാളികൾ തന്നെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പോലും ഒരു കണ്ടക്ടർ എൻ്റെ അടുത്ത് വന്നിരുന്ന് സംസാരിച്ചത് KSRTC ബസ്സിലെ അതേ ബസ്സിലെ ഡ്രൈവറെ കുറിച്ചായിരുന്നു. ആ ഡ്രൈവറെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇദ്ദേഹം സ്റ്റോപ്പിൽ നമ്മൾ ആളിറങ്ങുന്നതിന് തൊട്ടും ബെല്ലടിച്ചാൽ പുള്ളി നിർത്തില്ല. നിർത്തുന്നതിന് പകരം അടുത്ത സ്റ്റോപ്പിലായിരിക്കും വണ്ടി കൊണ്ട് നിർത്തുക. ഇതിന് പറയാനുള്ളൊരു കാരണം, പുള്ളി ഒരു ജസ്റ്റിഫിക്കേഷൻ പോലെ എന്നോട് പറയുന്നത്, സ്വയം ന്യായീകരണം എന്ന് പറയില്ലേ. കാരണം അദ്ദേഹം ഇതിനു മുമ്പ് നേരത്തെ ബെല്ലടിക്കുന്നു. ഒരു സ്റ്റോപ്പിൽ നിന്ന് ബസ് എടുത്തതിന് ശേഷം ഉടനെ തന്നെ അടുത്ത സ്റ്റോപ്പിലേക്കുള്ള ബെല്ല് കണ്ടക്ടർ അടിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ഞാൻ 1-2 തവണ പുള്ളിയെ ശ്രദ്ധിച്ച സമയത്താണ് അദ്ദേഹം എന്നോട് ഈ കാര്യം പറയുന്നത്. ആ ഡ്രൈവർ കുറച്ച് പ്രശ്നക്കാരനാണ്, ഭയങ്കര കാർക്കശ്യക്കാരനാണ്. സ്റ്റോപ്പിന് എത്തുന്നതിന് തൊട്ട് മുമ്പ് ബെല്ലടിച്ചാൽ ആ സ്റ്റോപ്പിൽ ചവിട്ടുന്നതിന് പകരം അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും വണ്ടി നിർത്തുക എന്നൊക്കെയാണ് പുള്ളി എന്നോട് പറഞ്ഞത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും KSRTC എന്ന് പറയുന്ന പ്രസ്ഥാനം തകർന്നു പോയതിൻ്റെ പ്രധാന കാരണക്കാർ ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ തൊഴിലാളികളെ അല്ല അടച്ചു പറയുന്നത്, ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന ചില തൊഴിലാളികളാണ് എന്നുള്ള കാര്യം നമുക്ക് കാലേക്കൂട്ടി അറിയാവുന്ന കാര്യമാണ്. ആ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തേക്കാണ് ആന്റണി രാജുവിനെ പോലുള്ള ഒരു മന്ത്രി വരുന്നത്. ഗണേഷ് കുമാറിൻ്റെ വിമർശനങ്ങൾ കൂടുതൽ കടുത്തപ്പോൾ ഗണേഷ് കുമാർ പറയുന്ന മന്ത്രിയുടെ പിടിപ്പുകേടാണ് അതിനെ ഈ രീതിയിലേക്ക് എത്തിച്ചതെന്നും നഷ്ടത്തിലുള്ള വാഹനങ്ങൾ നിരത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പം അതിനുശേഷം ആന്റണി രാജുവിന് ഇത് അത്ര ഇഷ്ടപ്പെട്ടില്ല. ആന്റണി രാജു തന്നെയല്ല, കുറച്ച് സീനിയറായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, നേരത്തെ MLA ആയിട്ട് ഇരുന്നിട്ടുണ്ട്. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: അദ്ദേഹത്തിൻ്റെ കെ ഗണേഷ് കുമാറിൻ്റെ പിതാവിനോടൊപ്പം, അതായത് R ബാലകൃഷ്ണപിള്ളയ്ക്കൊപ്പം നിയമസഭയിൽ സാമാജികനായി തുടർന്ന ഒരാളാണ് താനെന്ന് ഉള്ള വിവരം ഈ കാര്യം ഗണേഷ് കുമാറിൻ്റെ ഒന്ന് ഓർമ്മിപ്പിക്കുക എന്നുള്ള രീതിയിൽ ആന്റണി രാജു പറഞ്ഞിരുന്നു. അത് പിന്നീട് ഇവർ തമ്മിലുള്ള ചില അസ്വാരസ്യങ്ങൾ, പരസ്യമായിട്ടല്ല എങ്കിൽ പോലുമുള്ള ചില വാക്കുതർക്കങ്ങളിലേക്ക് ഇത് വഴിമാറുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം നടത്തിയ പത്രസമ്മേളനം വളരെയധികം നമ്മൾ ചെറുപ്പക്കാർ അടക്കമുള്ള ആൾക്കാർ അത് ശ്രദ്ധിക്കുകയുണ്ടായി. അതിനകത്ത് അദ്ദേഹം KSRTCയെ ലാഭകരമാക്കുന്നതിന് വേണ്ടി എടുക്കാവുന്ന ചില നീക്കങ്ങളെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, അതിനെല്ലാവരും ജനം കൈയടിച്ചു. അതിനുശേഷം ലൈസൻസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അദ്ദേഹത്തിൻ്റെ ചില ധാരണകൾ അദ്ദേഹം പറഞ്ഞു. ഒരു ദിവസം 500 ലൈസൻസ് കൊടുത്തുകൊണ്ട് ഗിന്നസ് ബുക്കിൽ കയറാനൊന്നും ഗതാഗത വകുപ്പ് തീരുമാനിച്ചിട്ടില്ല എന്നുള്ള വളരെ പ്രസക്തമായ ഒരു വാക്കുകൂടി അദ്ദേഹം പറഞ്ഞിരുന്നു.
കാണുന്നവർക്കും വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാം ലൈസൻസ് കൊടുക്കുന്ന ഒരു നീക്കം ഇനി ഇത് ഉണ്ടാകില്ല. ഈ രീതിയിലുള്ള ഒരു ലൈസൻസ് കൊടുപ്പൊന്നും ഇവിടെ ഉണ്ടാകും. ലൈസൻസിന് കർശനമായ പരീക്ഷയാണ് ആവശ്യം എന്നുള്ള നിലയിലേക്ക് അദ്ദേഹം പറഞ്ഞു. നമ്മളെല്ലാവരും കൈയടിച്ചു. കാരണം നമുക്കെന്നറിയാം, കേരളത്തിലെ നിരത്തുകളിലോടുന്ന 90% വാഹനങ്ങളിൽ ലൈസൻസ് ഉള്ള ആൾക്കാർക്ക് പലപ്പോഴും വാഹനം മര്യാദയ്ക്ക് ഓടിക്കാനോ പാർക്ക് ചെയ്യാനോ എന്തിനേറെ ഒന്ന് റിവേഴ്സ് എടുത്തിടാൻ പോലും അറിയാൻ വയ്യാത്ത നിരവധി ആളുകൾ ഇന്ന് വാഹനവുമായി റോഡിൽ ഇറങ്ങുന്നുണ്ട്. ആ രീതിയിൽ അത്തരക്കാരിറങ്ങുന്നതുകൊണ്ട് തന്നെ പലയിടത്തും ട്രാഫിക് ബ്ലോക്കുകളുണ്ട്, പല ഭാഗങ്ങളിലും അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ സ്വന്തം കുറ്റം കൊണ്ടല്ലാതെ പലരും പറയുന്ന ഒരു അപകടത്തിൻ്റെ കെണിയിലേക്ക് ചെന്ന് അകപ്പെടാറുണ്ട്. ആ രീതിയിലൊക്കെയുള്ള അനുഭവങ്ങൾ നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഗണേഷ് കുമാറിൻ്റെ പ്രസ്താവനയോട്, ഗണേഷ് കുമാറിൻ്റെ ആ നീക്കത്തോട് നമ്മളെ പൊതുജനം കൈയടിച്ച് തന്നെയാണ് ആ തീരുമാനത്തെയും സ്വീകരിച്ചത്. അതിനുശേഷം ലാഭകരമല്ലാത്ത ബസ്സുകളുടെ എണ്ണം കുറയ്ക്കുന്നു. പിന്നെ ഷെഡ്യൂളിങ്ങിനെ സംബന്ധിച്ച് ബസ്സുകൾ ഏതൊക്കെ രീതിയിൽ ഷെഡ്യൂൾ ചെയ്യണം, ചെയിൻ സർവീസുകൾ എങ്ങനെ മാനേജ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങളിലും അദ്ദേഹം കൃത്യമായ ഒരു വാക്കുകൾ നമ്മളോട് പറയുകയുണ്ട്. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചു കേട്ടിരുന്ന ഒരു കാര്യമാണ്. അതിനുശേഷം ഇപ്പോൾ ഗണേഷ് കുമാർ പുറത്തേക്ക് പോകുമോ എന്നുള്ള ഒരു സംശയത്തിലാണ് കേരളത്തിലെ ജനങ്ങളെല്ലാവരും തന്നെ നിൽക്കുന്നത്. കാരണം അദ്ദേഹം ചില കാര്യങ്ങളിൽ അനാവശ്യമായ ഇടപെടലുകൾ നടത്തുന്നു എന്നൊരു ആക്ഷേപം പൊതുവിൽ ഉയർന്നു വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം നടത്തിയ ഒരു പരാമർശത്തിനെതിരെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ മാസ്റ്റർ പോലും വളരെ ശക്തമായ വിമർശനവുമായി രംഗത്തെത്തി. കാര്യം എന്തൊക്കെയാണ് നമുക്കറിയാം. ഒരു തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ചിടത്തോളം, തിരുവനന്തപുരത്ത് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, അവിടെയുള്ള യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കമായിരുന്നു കേന്ദ്ര സർക്കാരിൽ നിന്ന് വന്ന ഇലക്ട്രിക് ബസ്സുകൾ. ഈ ഇലക്ട്രിക് ബസ്സുകൾ കൃത്യമായി ഷെഡ്യൂളിങ്ങിൽ അതായത് ചെറിയ മേഖലകളിലേക്ക്, റിമോട്ട് ഏരിയകളിലേക്കും അധികം ബസ് സർവീസുകൾ ഇല്ലാത്ത പ്രദേശങ്ങളിലേക്കും സർക്കുലർ സർവീസുകളായി നടത്തുന്ന ഒരു തീരുമാനം വന്നു. ഇത് ഏകദേശം കഴിഞ്ഞ കുറേ കാലമായി അത് നടന്നു വരികയും ചെയ്യുന്നുണ്ട്. കാര്യം തുടക്ക സമയത്ത് അതല്പം നഷ്ടത്തിലാണ് ഓടിയിരുന്നത്. ഈ ഇലക്ട്രിക് ബസ് വരുന്ന സർക്കുലർ സർവീസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്നപ്പോൾ നമുക്ക് വലുതായി ഇലക്ട്രിക് ബസ്സുകൾ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് വയലറ്റ്, റെഡ്, ഗ്രീൻ എന്നൊക്കെ പറയുന്ന ബ്രൗൺ സർക്കിളിലൊക്കെ ഓടിക്കൊണ്ടിരുന്നത് നമ്മുടെ പഴയ KSRTC വലിയ ബസ്സുകൾ എടുത്തിട്ട് പെയിൻ്റൊക്കെ മാറ്റി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആക്ച്വലി ആ സമയത്ത് ഈ വാഹനത്തെക്കുറിച്ച് അധികമൊന്നും അറിഞ്ഞു വരാത്തതുകൊണ്ട് തന്നെ ആൾക്കാർ അതിനെ കൂടുതലായി യാത്രയ്ക്കായി ഉപയോഗിച്ചിരുന്നില്ല. തുടക്കകാലത്ത് അതൊക്കെ ഒരു ഡീസൽ ബസ്സുകളാണ് ഓടിക്കൊണ്ടിരുന്നത്. അതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അല്പം ബുദ്ധിമുട്ടായിരുന്നു. വാഹനത്തിൽ അധികമായും കയറാത്ത ഒരവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇലക്ട്രിക് ബസ്സുകൾ നിരത്തിലേക്ക് വന്നു. അതും 10 രൂപ മാത്രം കൊടുത്തുകൊണ്ട് ഈ തിരുവനന്തപുരത്തിൻ്റെ മിക്കവാറും ഒട്ടുള്ള സിറ്റികളിലെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലേക്കൊക്കെ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് യാത്രക്കാർ ഈ വണ്ടി ഉപയോഗിച്ചിരുന്നു. ആ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രതിഷേധം ഉയർത്തിയ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ്. കാരണം ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് 30 രൂപയ്ക്കും 50 രൂപയ്ക്കും 60 രൂപയ്ക്കും ഒക്കെ ഓടേണ്ട ഓട്ടം കൃത്യം 10 രൂപയ്ക്ക് ഒരു ബസ്സിൽ കയറിയാൽ എത്തിപ്പെടാൻ കഴിയുന്നു എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായൊരു കാര്യം. അത് K-Swift എന്ന് പറയുന്ന അതുമായി ബന്ധിപ്പിച്ചുകൊണ്ട്, കമ്പനിയുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് KSRTC സർവീസ് നടത്തുന്നത്. എനിക്ക് തോന്നുന്നു അവർ പലപ്പോഴും അത് നഷ്ടമാണ് അത്തരം ബസ്സുകൾ ഇപ്പോൾ ഓടുന്നത് എന്നാണ് KB ഗണേഷ് കുമാർ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഒരു ഇലക്ട്രിക് ബസ്സിൻ്റെ പൈസയ്ക്ക് 4 ഡീസൽ ബസ്സുകൾ നമുക്ക് വാങ്ങി നിരത്തിലിറക്കാൻ കഴിയും എന്നാണ് ഗണേഷ് കുമാർ ഇപ്പം നടത്തിയ പ്രസ്താവന. അതോടൊപ്പം യാത്രക്കാർക്ക് ഏറെ ആശ്വാസം പകരുന്ന 10 രൂപ ബസ്സുകൾ നിർത്തലാക്കുകയാണ്. ബസ്സുകളല്ല നിർത്തലാക്കുന്നത്, 10 രൂപ എന്ന ആ ഫെയർ എടുത്തു നീക്കുകയാണ്. ആ പൈസക്കല്ല ഇനി കൃത്യമായി ഇപ്പം നിലവിൽ ഏതൊക്കെയാണോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ സാധാ ബസ്സുകളിൽ എത്രയാണോ ചാർജ് വരുന്നത് ആ ചാർജ്, അതായത് 10-ന് പകരം 15 എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്കോ 20, 25 അങ്ങനെ വരുന്ന KSRTCയുടെ നിലവിലുള്ള താരിഫുകളിലേക്ക് ഇത് മാറും എന്നൊക്കെയാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ഈ ഇലക്ട്രിക് ബസ്സുകൾ അവിടുത്തെ നമ്മുടെ ഒരു സോളാർ അല്ലെങ്കിൽ അതുമല്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ഉപയോഗിക്കുന്നതായി നമുക്ക് പഠനങ്ങളിൽ നിന്നും ബാക്കിയുള്ള മലിനീകരണം, അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഇത്തരത്തിലുള്ള ഇലക്ട്രിക് ബസ്സുകൾ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിനെതിരെ മേയർ അടക്കമുള്ളവർ ഇതിനെതിരെ ശക്തമായി പ്രതിഷേധം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം ഇതിങ്ങനെയൊന്നും ആയാൽ ശരിയാവില്ല, ഇത് ഇലക്ട്രിക് ബസ്സുകൾ തന്നെയാണ് അവിടെ ആവശ്യം, അവിടെ തിരുവനന്തപുരം പോലും നഗരത്തിൽ മലിനീകരണം കുറയ്ക്കുക എന്നുള്ളത് കൂടി ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. VK പ്രശാന്ത് MLA, വട്ടിയൂർക്കാവ് MLAയും ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തി. പക്ഷേ അപ്പോഴും ഗണേഷ് കുമാർ തിരുത്താൻ തയ്യാറാവാതെ മന്ത്രി എന്നുള്ള നിലയിൽ തൻ്റെ അധികാരങ്ങൾ പൂർണ്ണമായി വിനിയോഗിക്കുകയാണ് എന്നുള്ള നിലയിൽ തന്നെയാണ് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇതിനെതിരെ യാത്രക്കാരുടെ ഇടയിൽ നിന്നും വലിയൊരു പ്രതിഷേധം ഉണ്ടായി. ഇപ്പോൾ തിരുവനന്തപുരം
റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന ഒരു ആളിന് 10 രൂപ കൊടുത്താൽ അദ്ദേഹത്തിൻ്റെ ഓഫീസുകളിലേക്ക് എത്തിപ്പെടാൻ കഴിയും എന്നുള്ളതാണ് ഈ ബസ് സർവീസ് കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. തന്നെയുമല്ല, ചെറിയ ചെറിയ യാത്രയ്ക്ക് 10 രൂപ മാത്രമേ നമുക്ക് ചിലവാകുന്നുള്ളൂ. ചിലപ്പോൾ 30, 35, 50 രൂപ കൊടുത്ത് പോകേണ്ട ഒരിടത്തേക്ക് ഒരു യാത്രക്കാരൻ ലാഭിക്കുന്നത് 40 രൂപ വരെയാണ് ഒരു യാത്രക്കാരൻ ഓട്ടോ ചാർജിൽ നിന്നും ലാഭിക്കുന്നത്. അപ്പം ഇതൊക്കെ മനസ്സിലാക്കിയപ്പോൾ യാത്രക്കാരുടെ ഭാഗത്തു നിന്നും ഒരു പ്രതിഷേധം ഇതിനെതിരെ ഉണ്ടായി. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് വട്ടിയൂർക്കാവ് MLA ഒരു പ്രതികരണവും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായത്. ഇത് കാര്യം തിരുവനന്തപുരത്തിൻ്റെ മലിനീകരണ തോത് കുറയ്ക്കുന്നതിന് ഇത്തരം ഇലക്ട്രിക് ബസ്സുകൾ ആവശ്യമാണ് എന്നുള്ള തലത്തിലാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ഇലക്ട്രിക് ബസ്സിൻ്റെ പൈസയ്ക്ക് 4 ഡീസൽ ബസ്സുകൾ വാങ്ങി, ചെറിയ ഡീസൽ ബസ്സുകൾ വാങ്ങി നമുക്കിവിടെ തിരുവനന്തപുരത്ത് സർവീസ് നടത്താം എന്നുള്ളതാണ്. ഇതങ്ങോട്ട് കഴിഞ്ഞ പാടെ തന്നെ ഇത് ഇലക്ട്രിക് ബസ്സുകളല്ല, നിലവിൽ തിരുവനന്തപുരത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സുകളുടെ സർവീസുകളെല്ലാം നഷ്ടത്തിലാണ് എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. ഇത് കഴിഞ്ഞപ്പോഴാണ് ഈ ഇലക്ട്രിക് ബസ്സുകൾ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള കണക്കെടുപ്പുകൾ നടക്കാൻ തീരുമാനമായി. ഈ വരുന്ന ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ നേരിട്ട് മുഖ്യമന്ത്രിയെ ബോധിപ്പിക്കുന്നതിനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയിലേക്ക് എത്തുകയും മുഖ്യമന്ത്രിക്കാണ് പിന്നീട് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം. ഈ ബസ് തുടങ്ങണോ അല്ലെ നിർത്തണോ, അല്ലെങ്കിൽ ഈ 10 രൂപ എന്ന് പറയുന്ന സിസ്റ്റം ഒഴിവാക്കണോ തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തും തീരുമാനം ഉണ്ടാകേണ്ടത്. നിലവിൽ ഈ തീരുമാനം ഈ KV ഗണേഷ് കുമാറിൻ്റെ കോർട്ടിൽ നിന്നും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കോർട്ടിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇതിനിടയിൽ നമുക്ക് ബസ്സുകളുടെ ആ ഒരു അവസ്ഥയെക്കുറിച്ച് ആദ്യകാലത്ത് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ആദ്യകാലത്ത് ഈ ബസ്സിൽ വലിയ തിരക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ആൾക്കാർ കൂടുതൽ ഈ ബസ്സിനെ കുറിച്ച് അറിയുകയും ചില പ്രത്യേക സമയങ്ങളിൽ ഈ ബസ്സുകൾ ഓടിച്ചു തുടങ്ങുകയും ചെയ്തതോടുകൂടി ആ ബസ്സിനകത്ത് സത്യത്തിൽ ആളുകൾക്ക് നിൽക്കാൻ പോലും ഉള്ള സ്ഥലമില്ല. എല്ലാ ബസ്സും ഫുള്ളായിട്ട് തന്നെ ഓടുന്നു. K-Swift പോലുള്ള ഒരു കമ്പനിയെ ഇത് ഏൽപ്പിച്ചുകൊണ്ട് തന്നെ അതിനകത്തിലെ കണ്ടക്ടർ ആയിരുന്നാലും ഡ്രൈവർ ആയിരുന്നാലും കുറച്ചുകൂടെ മനുഷ്യപ്പറ്റോടുകൂടി, ആ വാക്ക് തന്നെ ഉപയോഗിക്കേണ്ടി വരും, കുറച്ചുകൂടെ മനുഷ്യപ്പറ്റോടുകൂടി ചിന്തിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങിയതോടുകൂടി ഈ ബസ്സിൽ നിറയെ ആളുകൾ കയറി തുടങ്ങി. അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ പേരൂർക്കടയിൽ നിന്ന് ഇടപ്പഴഞ്ഞി വഴി പോകുന്ന തിരുവനന്തപുരത്തേക്ക് പോയി വീണ്ടും ഇത് ചുറ്റി പേരൂർക്കടയിലേക്ക് വരുന്ന ഒരു ബസ്സിലേക്ക് നിരവധി ആളുകൾ ഒരു സർവീസ് നടക്കുമ്പോൾ ഒരുപാട് ആളുകൾ, ആ ബസ് നിറയെ ആളുകളാണ് ഓരോ ട്രിപ്പിലും യാത്ര ചെയ്യുന്നത് എന്ന് നമുക്ക് അവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ നഷ്ടക്കണക്കുകൾ ഏത് രീതിയിൽ വരുമെന്നുള്ള കാര്യം ഇനി മുഖ്യമന്ത്രിക്ക് മുൻപാകെ കണക്കുകൾ അവതരിപ്പിക്കുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. ഇതിനിടയിൽ MV ഗോവിന്ദൻ മാസ്റ്റർ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന KB ഗണേഷ് കുമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒറ്റയാൾ സമരത്തെ, അല്ലെങ്കിൽ ഒറ്റയാൾ വൺ മാൻ ഷോ എന്ന് പറയാം, ഈ വൺ മാൻ ഷോയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് മന്ത്രി എടുക്കുന്ന തീരുമാനങ്ങൾ മന്ത്രിക്ക് സ്വന്തമായി എടുക്കാൻ കഴിയില്ലെന്നും ഇതൊരു മന്ത്രിസഭാ യോഗത്തിലാണ് ഒരു തീരുമാനം ഉണ്ടാകേണ്ടതെന്നും എന്നുമാണ് ഗോവിന്ദൻ മാസ്റ്റർ കൃത്യമായി അറിയിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഗണേഷ് കുമാറിന് MV ഗോവിന്ദൻ മാസ്റ്റർ ചെക്ക് വെച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ഇതുവരെ ഉണ്ടായിട്ടുള്ള തീരുമാനങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും വരുന്നത് സ്വന്തം തീരുമാനപ്രകാരമാണ്. സ്വന്തമായി തീരുമാനമെടുക്കുക, ആ തീരുമാനങ്ങൾ വന്ന് മാധ്യമങ്ങളോട് വിളിച്ചു പറയുക, ഇതാണ് ഗണേഷ് കുമാർ ഇതുവരെ ചെയ്തിരുന്നത്. അല്ലാതെ മന്ത്രിസഭാ യോഗങ്ങളിൽ ഈ കാര്യങ്ങൾ ഉന്നയിക്കുകയോ മന്ത്രിസഭാ യോഗത്തിൻ്റെ അംഗീകാരത്തോടു കൂടി ഈ തൻ്റെ തീരുമാനം പാസ്സാക്കിയെടുക്കുകയോ അങ്ങനെ ഒരു നിയമമാക്കി മാറ്റുകയോ ഒന്നും അദ്ദേഹം ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ വൺ മാൻ ഷോയ്ക്കാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ മാസ്റ്റർ ചെക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള കാലം എങ്ങനെ പോകുന്നു? അദ്ദേഹം ഈ ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഒരാൾ ഇതുവരെ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളെയൊന്നും തമസ്കരിച്ചുകൊണ്ടല്ല MV ഗോവിന്ദൻ മാസ്റ്റർ ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും നല്ലതാണ്. പൊതുജനത്തെ ബാധിക്കുന്ന ഏത് കാര്യത്തിലും, അതായത് KSRTC പോലുള്ള ഒരു സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിനൊരു മന്ത്രിസഭാ യോഗം ആവശ്യമാണെന്നും ആ മന്ത്രിസഭയുടെ എല്ലാ അനുമതിയോടു കൂടി തന്നെ ഈ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ പാടുള്ളൂ തുടങ്ങിയ കാര്യങ്ങൾ ഈ ഗണേഷ് കുമാർ പല ഘട്ടങ്ങളിലും മറന്നു പോകുന്നു എന്ന് നമുക്ക് MV ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നോക്കിക്കാണേണ്ടി വരും. ഗണേഷ് കുമാർ ഇനിയും അകത്ത് ഇതെല്ലാം സഹിച്ചുകൊണ്ട് മന്ത്രിസഭയ്ക്ക് അകത്ത് തുടരുമോ പുറത്തു പോകുമോ എന്നുള്ള കാര്യങ്ങൾ ഇനിയും വരും കാലങ്ങളിൽ നിന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ.